ഹായ് ഓൾ, വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്. വെക്കേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് മറൈൻ മിറാക്കിൾ. നമ്മളെ എടപ്പാളാണ് വരുന്നത്. എടപ്പാൾ മറൈൻ മിറാക്കിൾ നമ്മൾ പോയിരുന്നു. ഈ പെരുന്നാളിൽ നമ്മളെ വ്യൂ അവിടെ ആയിരുന്നു. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. നമ്മളെ എടപ്പാൾ സഫാരി ഗ്രൗണ്ടിലാണ്. നമ്മളെ വീട്ടിലെ കുട്ടികളെല്ലാവരും കൂടിയിട്ടാണ് പോയത്. ഈ പെരുന്നാളിൻ്റെ അന്ന് രാത്രിയാണ് നമ്മൾ പോയത്. 4:30 തൊട്ടിട്ട് 9:30 വരെയാണുള്ളത്. 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫീസ് ഇല്ല. 5 വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് 100 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. നമുക്കിവിടെ കയറിയപ്പോൾ തന്നെ നല്ല വ്യൂ ആണ് കാണാൻ പറ്റിയത്. പലതരത്തിലുള്ള ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയകൾ, അതുപോലെ തന്നെ വാട്ടർഫോൾസ് സെറ്റ് ചെയ്തത്, പല ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസ് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. നമ്മളെ വീട്ടിലത്തെ കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ അട്രാക്ഷനായിട്ട് തോന്നിയത് ഇവിടുത്തെ മത്സ്യകന്യകയാണ്. ഭയങ്കര ഒരു അട്രാക്ഷനായിരുന്നു. ഇതിൽ നമ്മളതിൻ്റെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ട് പോലും ഇല്ലാത്ത പലതരത്തിലുള്ള മത്സ്യങ്ങളുണ്ട് ഇവിടെ. നല്ല അക്വേറിയം ഫിഷുകൾ, വലിയ വലിയ അരാപ്പയ്മ പോലുള്ള മീനുകളെല്ലാം ഉണ്ട്. മക്കൾക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആവും ഇത് കണ്ടു കഴിഞ്ഞാൽ. ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് നമ്മളെ വീട്ടിലത്തെ കുട്ടികൾ ഈ ഒരു സ്ഥലത്ത് കംപ്ലീറ്റ്ലി സ്ട്രോക്കായി നിന്നു. കംപ്ലീറ്റ് അവർ സ്റ്റെക്കായിരുന്നു ഈ ഒരു സ്പേസിൽ. അവർക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസായിരുന്നു ഇത്. നമ്മളെ വീട്ടിലത്തെ കുട്ടികളെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ മർമെയ്ഡിനെ കാണുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷം, അവർക്കതിനെ വീണ്ടും വീണ്ടും കാണാൻ, അവർ കൈ വെക്കുമ്പോൾ ആ കൈയുടെ അടുത്ത് കൊടുന്ന് കൈ വെക്കുക, അവർക്കുള്ള ഹാപ്പിനെസ് ഭയങ്കര ലെവലായിരുന്നു. ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സ്വീറ്റ്, ഹലുവ, അതുപോലെയുള്ള ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ സ്റ്റോർ ഉണ്ട് ഇവിടെ. നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങാൻ കഴിയും. പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ പാനിപ്പൂരി ഈസ് മൈ ഫേവറേറ്റ് ആൻഡ് മൈ ഫാമിലി മെമ്പേഴ്സ് ആൾസോ ഫേവറേറ്റ്. ഞങ്ങൾ പാനിപ്പൂരി ഒത്തിരി മേടിച്ച് കഴിച്ചു. അവർ നല്ല ഹൈജീനായിട്ട് തന്നെയാണ് അവിടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി തരുന്നത്. ബജ്ജീസ്, ഐസ്ക്രീംസ് എല്ലാം
നല്ല ഹൈജീനായിട്ട് തന്നെയാണ് അവർ തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്തത് ഇവിടുത്തെ റൈഡുകളാണ്. വിവിധ തരം റൈഡുകൾ, പല തരത്തിലുള്ള റൈഡുകൾ. ഓരോ റൈഡിൽ കയറാനും പല രീതിക്കാണ് എമൗണ്ട് വരുന്നത്. ചില റൈഡുകളിൽ 100 രൂപയാണ്, ചില റൈഡുകളിൽ 50 രൂപയാണ്. ഇവിടുത്തെ സ്പെഷ്യലായൊരു കാര്യം എന്ന് വെച്ചാൽ 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ റൈഡിലൊന്നും കയറാൻ പേയ്മെൻ്റ് ഇല്ല. 1 രൂപ പോലും നമ്മൾ കൊടുക്കണ്ട. അപ്പം നമുക്ക് ഈ 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടിയുടെ കൂടെ ഒരു വലിയൊരു കുട്ടീനെയും കൂടി 5 വയസ്സിന് മുകളിലുള്ള ഒരു കുട്ടീനെയും കൂടി ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ഒരാളെ പേയ്മെൻറ്റും കൊടുത്ത് 2 ആൾക്കും എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ റൈഡുകളും ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം സെക്യൂരിറ്റിയാണ്. ഭയങ്കര പ്രൊട്ടക്ഷനാണ് ഇവിടുത്തെ ഓരോ റൈഡും. നമുക്ക് അത്രയും സേഫായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ റൈഡും അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിവേ എല്ലാവരും പോവുക. ഞങ്ങൾ പോയി എൻജോയ് ചെയ്തു. സ്ഥലം മറക്കണ്ട, നമ്മളെ എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ മറൈൻ മിറാക്കിൾ ആരും മിസ് ചെയ്യരുത്. ഇത്രയും നല്ലൊരു വ്യൂ, ഇത്രയും നല്ല ഒരു കാഴ്ചകൾ ഈ വെക്കേഷനിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ഥലവും നമുക്ക് ഇത്രയും എളുപ്പത്തിൽ കിട്ടില്ല. അതും നമ്മളെ ചുറ്റുഭാഗത്ത് നമ്മളെ അടുത്ത് നമുക്ക് പോകാനായിട്ടൊരവസരം ഇനി കിട്ടില്ല. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. എല്ലാവർക്കും വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ കഴിയട്ടെ.